എൻ്റെ പേര് സോണി അൽഫോൻസ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കോരിത്തോട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാർച്ച് 22-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനപ്പം പുറത്തോട്ട് പോകാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തായിരുന്നു. 2019 തൊട്ട് ഞാൻ ട്രൈ ചെയ്യുക, പക്ഷേ എനിക്ക് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2 തവണ OET എക്സാം എഴുതി. ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ എനിക്ക് എക്സാം നല്ല എളുപ്പമായിരുന്നു, പക്ഷേ ഞാൻ പാസ്സായില്ല. രണ്ടാമത്തെ തവണ ഇതുപോലെ ഞാൻ എക്സാം എളുപ്പമായിരുന്നു, പക്ഷേ ഞാൻ പാസ്സാകുന്നില്ല. അങ്ങനെ 3-ാമത്തെ തവണ ഞാൻ എഴുതാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് വിശ്വാസത്തോടെ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. മാർച്ച് 22-ാം തീയതി മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമായിരുന്നു എനിക്ക് OET എക്സാം കിട്ടണം എന്നുള്ളത്. അങ്ങനെ ഞാൻ മാതാവിനോട് ശരിക്കും കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വിശ്വാസപ്രമാണം, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഈ കഴിഞ്ഞ ഏപ്രിൽ 23-ന് എക്സാം എഴുതി ഹോളിൽ കയറിയപ്പോൾ എനിക്ക് വിശ്വാസമായിരുന്നു ഞാൻ നല്ലതായിട്ട് പെർഫോം ചെയ്യും, എനിക്കിത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവിടെ ചെന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല, ആൻസർ മനസ്സിലാവുന്നില്ല. റൈറ്റിംഗ് ഒക്കെയാണ് ഞാൻ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, എൻ്റെ മാതാവ് നീ ഇതിനായിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്തൊക്കെ എക്സാം എഴുതി. എന്നിട്ട് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ നേരെ അടുത്തൊരു മാതാവിൻ്റെ പള്ളി ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഞാൻ എന്ത് വിശ്വാസത്തോടെയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്, അതേ വിശ്വാസത്തോടെ ഞാൻ മുറുകെ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പം ഞാൻ എന്നും കണ്ണീരോടെ ജപമാല ചൊല്ലുമായിരുന്നു. അപ്പം അമ്മ മാതാവ് എനിക്ക് തിരുവചനങ്ങളിലൂടെയാണ് ഉത്തരം നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് എനിക്ക് തന്ന വചനം ഇതായിരുന്നു, ദാനിയേൽ 10:12. നീ നിൻ്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടയാളം ചോദിക്കുന്നത് കാണുമ്പോൾ ഞാനും എൻ്റെ മാതാവിനോട് ചോദിക്കുന്നു, മാതാവേ എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല, അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞ കാര്യം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്നായിരുന്നു. അങ്ങനെ എക്സാം വരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണുവാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം ജോസഫ് അച്ഛനെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ കാണാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഈ എൻ്റെ റിസൾട്ട് വരുന്നതിന് 3 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണുകയാണ്. ഞാൻ ഇവിടെ വരുമ്പം ജോസഫ് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അനുഗ്രഹിച്ചത് മറ്റാരുമല്ല, മാതാവാണ്. ആ കഴിഞ്ഞ മെയ് 13-നാണ് എൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ മാർക്ക് തന്ന് ദൈവമാതാവ് എന്നെ അനുഗ്രഹിച്ചു. കാരണം ഞാനായിട്ട് ആ എക്സാം പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ ഞാനായിട്ട് ആ എക്സാം പേപ്പറിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ അമ്മ മാതാവ് തിരുക്കുമാരനും കൂടെ മാർക്കിട്ട് എന്നെ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മൾ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ തിരുക്കുമാരൻ ഇറങ്ങി വന്ന് നമ്മുടെ കരം അമ്മ മാതാവിൻ്റെ കൂടെ മുറുകെ പിടിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും നന്ദി പറയാം. ഈ മകള് പറഞ്ഞു കേട്ടാ, 2 വചനങ്ങൾ കിട്ടിയതാണ്. 1, എളിമപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ കാര്യം ദൈവം നടത്തിത്തരും. 2, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ആരാധനയിൽ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞൊരു വചനമുണ്ട്. അത് ഇന്നത്തെ വായന കൂടെയാണ്. അതായത് അപ്പോസ്തല പ്രവർത്തനം 14:9. സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ടിട്ട് അവനോട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്നതാണ്. തക്ക വിശ്വാസമാണ്, എനിക്കത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം അത് പൂർണ്ണമായിട്ട് ഉറക്കുന്നതാണ്. ഈ മകൾ 2 തവണ വന്നു പ്രാർത്ഥിച്ചു, പക്ഷെ വലിയ വിശ്വാസമൊന്നുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ 2 തവണയും വിശ്വാസമില്ല, ചുമ്മാ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു കൂട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഒരു കാര്യസാധ്യത്തിനെന്ന പോലെയാണ് ഈ മകൾ ആദ്യം ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷ സിമ്പിളാണ്, പക്ഷെ ആൾ പരാജയപ്പെട്ടു പോയി. 2 തവണയും പരാജയപ്പെട്ടു പോയി. 3-ാമത്തെ തവണ ഈ മകളുടെ അമ്മ പറഞ്ഞു, നീ വിശ്വസിച്ചിട്ട് ഇങ്ങോട്ട് വാ, അമ്മയിടയ്ക്ക് വാ, എന്നിട്ട് നീ ധൈര്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ മകള് ഇവിടെ വന്ന് വിശ്വാസത്തോടു കൂടെ പിന്നെ ഉടമ്പടി പ്രാർത്ഥന ചെയ്തു തുടങ്ങി. പരീക്ഷ എഴുതി. പരീക്ഷ ഭയങ്കര ടഫായിരുന്നു. ടഫെന്ന് പറഞ്ഞാൽ എന്തിനാണ് അമ്മ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നെന്ന് പോലും ചിന്തിച്ചു പോയി മകൾ. എന്നിട്ട് പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എഴുതി ഇത് വിജയിക്കത്തില്ല, പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഈ പരീക്ഷ എനിക്ക് വേണ്ടി എഴുതി വിജയിപ്പിക്കണം. വേറെ എൻ്റെ കഴിവിലൊന്നുമില്ല. നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. കർത്താവേ നിൻ്റെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കണം നീ മകൾ ഏറ്റുപറഞ്ഞ്. ആ മകൾ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഈ മകളെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ റിസൾട്ട് വന്നു. അതായത് അവൾ ആഗ്രഹിക്കുന്ന സ്കോർ കൊടുത്തുകൊണ്ട് അവൾ OET കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മളുടെ പ്രവർത്തനമല്ലല്ലോ, ഈശോയുടെ പ്രവർത്തനമല്ല. ഈ മകളൊന്നും എഴുതിയിട്ടില്ല. എഴുതിയത് ആരാണ്? കർത്താവ് അമ്മയും അല്ലേ.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവമഹത്വം ദർശിക്കും. ഇനി എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം നമുക്ക്. നമ്മൾ വെറുതെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഉടമ്പടി ചെയ്യണവരോടുള്ളൊരു സന്ദേശമായിട്ട് ഒരു എടുത്തോ, നിങ്ങൾ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. വിശ്വസിച്ച് എളിമപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ കാര്യം ചെയ്യുക. അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഉടമ്പടി ചെയ്യും. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവം ഏറ്റെടുത്ത് നടത്തി തരും. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി.